സ്പോർട്സ് ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം സ്പോർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിംസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഓറൽ അപ്ലയൻസുകളെ പറ്റിയാണെന്ന് പറഞ്ഞത്. പക്ഷെ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അത്ലറ്റ് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റിയ ഓറൽ അപ്ലയൻസുകളെ പറ്റിയാണ്. ഇന്നിപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ചില പ്ലേയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് 90 മിനിറ്റ്സ് ഒക്കെ ഓടിക്കഴിഞ്ഞാൽ അവരത്ര ടയർഡ് ആകുന്നില്ല. അതിനർത്ഥം അവരുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ ഡെലിവറി നടക്കുന്നുള്ളതാണ്. ഫുട്ബോൾ പോലെ തന്നെ ക്രിക്കറ്റ്, ബാസ്കറ്റ് സ്വിമ്മിങ് അല്ലെങ്കിൽ അത്ലറ്റ്സ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ ഡെലിവറി. നമുക്കറിയാം ഓക്സിജൻ ഇസ് എ പ്രൈം ന്യൂട്രിയൻ ഫോർ ഓൾ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും എനർജി പ്രൊഡക്ഷൻ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന ഓക്സിജനെയാണ്. നമ്മുടെ ബ്രീത്തിങ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര ടാലന്റഡ് ആയിട്ടുള്ള അത്ലറ്റ്സ് ആണെങ്കിലും നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള നേസൽ ബ്രീത്തിങ്. പ്രോപ്പർ ആയിട്ടുള്ള നേസൽ ബ്രീത്തിങ് ഏറ്റവും വേണ്ടതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയർവേ. ഈ എയർവേയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളാണ് നമ്മുടെ ബ്രീത്തിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഈ എയർവേയിൽ തടസ്സങ്ങൾ വരാൻ കാര്യം നമ്മുടെ താടിയലിന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ കീഴ്ത്താടി സ്വല്പം ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്, നമ്മുടെ നാവും കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിലേക്ക് നിൽക്കും. അങ്ങനെ കൺസ്റ്റന്റ് ആയിട്ട് ടങ് കോൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ എയർവേ ബ്ലോക്ക് ആവുകയും നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ ഫ്ലോ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മേൽത്താടി അപ്പർജോ, ഈ അപ്പർജോയുടെ നടുക്ക് നമ്മുടെ മൂക്ക് സ്ഥിതി ചെയ്യും. ഈ അപ്പർജോ സ്വല്പം വിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നേസൽ പോർ തീരെ നാരോ ആയിരിക്കും, നേസൽ വോളിയം കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അവർ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ മൂക്കിക്കൂടെയുള്ള ബ്രീത്തിങ്ങിന് റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും ഓട്ടോമാറ്റിക്കലി അവർ വായ്പോടും ബ്രീത്തിങ്. പല സ്റ്റഡീസും പറയുന്നത് മൗത്ത് ബ്രീത്തിങ് ഉള്ള പിള്ളേരുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ അവരുടെ അപ്പർജോ മേൽത്താടി സ്വല്പം ഒന്ന് എക്സ്പാൻഡർ വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓട്ടോമാറ്റിക്കലി നേസൽ വോളിയം കൂടുകയും അവരുടെ ബ്രീത്തിങ് ഭയങ്കര ഈസി ആവുകയും കൂടുതൽ ഓക്സിജൻ ബോഡിയിലേക്ക് വരും. അങ്ങനെ അവരുടെ പെർഫോമൻസിൽ ഭയങ്കര വ്യത്യാസം വരുത്താൻ സാധിക്കുകയും ചെയ്യും. അത്ലറ്റ്സ് അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടികൾ ഭയങ്കര ടാലന്റഡ് ആയിരിക്കും. നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് അല്ലെങ്കിൽ പറഞ്ഞ എക്സ്പെൻസീവ് സ്പോർട്സ് ഗിയേഴ്സ്, ഇപ്പോൾ ഡയറ്റ്, ന്യൂട്രീഷൻ അതിനൊക്കെ വേണ്ടി കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം അവരുടെ ബ്രീത്തിങ് എഫിഷ്യൻസി കൂട്ടാനുള്ള അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ ഡെലിവറി നടത്താനുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്താൻ സാധിക്കും. അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ പലതൊക്കെ സാധൂകരിക്കാൻ സാധിക്കുകയും ചെയ്യും.